കേരള രാഷ്ട്രീയത്തിലെ മറക്കാനാകാത്ത ഒരേടാണ് പുഷ്പൻ. പുഷ്പൻ വിടവാങ്ങുമ്പോൾ ഒരുപാട് ചരിത്ര സന്ധികളിലേക്ക് CPIM-നും DYFIക്കും തിരിഞ്ഞു നോക്കേണ്ടി വരും. പുഷ്പനെ അറിയാമോ എന്നതായിരുന്നു ചോദ്യം. പുഷ്പനെ ഇന്നലെയും അറിയും, ഇന്നും അറിയും, ഇനിയും അറിയും എന്നതാണ് ഉത്തരം. പുഷ്പനെ എല്ലാവർക്കും അറിയാം. അന്ന് കൂത്തുപറമ്പിലെ തെരുവിൽ പടർന്ന ചോരയുടെ ചൂടും അറിയാം. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, കാരണഗാഥ അറിയാമോ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, കാരണഗാഥ അറിയാമോ. കൂത്തുപറമ്പ് അർബൻ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി MV രാഘവൻ എത്തുന്നു. മുദ്രാവാക്യം മുഴക്കി ഇരമ്പിയ DYFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ്. തിരിച്ച് കല്ലേറ്. ചിതറി ഓടിയവർക്കിടയിലൂടെ വഴിയുണ്ടാക്കി മന്ത്രിയുടെ വാഹനം ടൗൺ ഹാളിലേക്ക്. മന്ത്രി ഹാളിൽ കയറുന്നതിനിടയിൽ റോഡിൽ വെടിവെപ്പ് തുടങ്ങി. ഹാളിനുള്ളിലും ലാത്തിച്ചാർജ്. പലരും അടിയേറ്റ് വീണു. പോലീസുകാർ ഒരുക്കിയ വലയത്തിനുള്ളിൽ നിന്ന് നിലവിളക്ക് കൊളുത്തി ബാങ്ക് ഉദ്ഘാടനം ചെയ്ത MV രാഘവൻ 13 മിനിറ്റ് പ്രസംഗിച്ചു. സ്വതസിദ്ധ ശൈലിയിലുള്ള ഈ പ്രസംഗവും പ്രതിഷേധക്കാരെ പ്രകോപിപ്പിച്ചു. പോലീസുകാരുടെ കനത്ത വലയത്തിലൂടെ പുറത്തേക്കിറങ്ങിയ മന്ത്രി തിരിച്ച് കണ്ണൂരിലേക്ക്. ഇതിനിടയിൽ പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ പൊട്ടിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകാതിരുന്ന ജനക്കൂട്ടത്തിന് നേരെ വീണ്ടും വെടിവെപ്പും തുടങ്ങി. 2 മണിക്കൂറോളം തുടർന്ന വെടിവെപ്പിനൊടുവിൽ DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് KK രാജീവൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV റോഷൻ, പ്രവർത്തകരായ V മധു, ഷിബുലാൽ, കുണ്ടുചിറ ബാബു എന്നിവർ മരിച്ചു വീണു. പുഷ്പൻ, മാങ്ങാട്ടിടം മങ്ങാട് സജീവൻ, കൂത്തുപറമ്പ് ചാലിൽ സജീവൻ, തലശ്ശേരി കപ്പണപുങ്ങാംചേരി പ്രസാദ് എന്നിവർക്ക് പരിക്കേറ്റു. കർഷക തൊഴിലാളി കുടുംബത്തിൽ പിറന്ന പുഷ്പന് 8ാം ക്ലാസ് വരെ മാത്രമാണ് ഔപചാരിക വിദ്യാഭ്യാസം. സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്നുവെങ്കിലും കുടുംബം പോറ്റാൻ ജോലി ആവശ്യമാണെന്ന ഘട്ടത്തിൽ ബംഗളൂരുവിന് വണ്ടി കയറി. അവിടെ പലചരക്ക് കടയിലായിരുന്നു ജോലി. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസ വിരുദ്ധ സമരത്തിന്റെ നടുവിലായിരുന്നു സംഘടന. അതിന്റെ ഒത്ത നടുവിലേക്ക് തന്നെ പുഷ്പനും എടുത്തു ചാടുകയായിരുന്നു. കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട പുഷ്പന്റെ സുഷുമ്നാ നാഡിക്കാണ് പ്രഹരമേൽപ്പിച്ചത്. കഴുത്തിന് താഴേക്ക് തളർന്ന് അന്ന് കിടപ്പിലായതാണ് പുഷ്പൻ. പാർട്ടിയുടെ വലയത്തിൽ പ്രവർത്തകരുടെ കൈപിടിച്ച് അങ്ങനെയായിരുന്നു ജീവിതം. ഒടുവിൽ പുഷ്പനും കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ കാലം ഒരുപാട് ചോദ്യങ്ങളുമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.